എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റേക്കാട്. എൻ്റെ എനർജിക്കൊന്ന് പോയിട്ടിരിക്കുകയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫുഡ് പോയ്സൺ കിട്ടി. അത് ഞാൻ 2 ദിവസം മുന്നേ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. വെള്ളത്തിൽ നിന്നല്ല, ഞങ്ങളുടെ ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്താണോ, ഞാൻ ഹോട്ടലിനൊന്നും കുറ്റം പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പഴിചാരാനോ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ചെറിയ അസ്വസ്ഥതകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ മോൾ ഡോക്ടറാണല്ലോ വിളിച്ച് മരുന്നൊക്കെ എടുത്ത് അത് കഴിച്ചു. എന്നിട്ടും 20-ാം തീയതി രാത്രി ഫുള്ള് പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് ഏറ്റു പോരാൻ നേരം കിട്ടിയിട്ടില്ല. ഛർദിയും രണ്ടും ഉണ്ടായിരുന്നു. വോമിറ്റിങ്ങും അതിനേക്കാൾ കൂടുതൽ വയറിളക്കും. ഇത് രണ്ടും വെള്ളമായിട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഇൻസിഡൻസുകൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോവുക, കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആവുക, അവിടെ ചെന്ന് ട്രിപ്പ് ഇടുക, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ അമാത കാണിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ 4 ദിവസം മിസ്സിങ് ആയിട്ട് പോലും സിംഗിൾ പേഴ്സൺ പോലും ഞാൻ എവിടെയാണ് എന്താണെന്ന് വിളിച്ച് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാനോ ആരും ഉണ്ടായില്ല. അതൊരു കുറ്റമായിട്ട് പറയല്ല. പക്ഷെ നമ്മളുടെ ഇടയിൽ പോകുന്ന ഈ ഫോണിലേക്ക് വന്നപ്പോഴുള്ള ആ ബന്ധങ്ങളുടെ വാല്യൂസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. മൊത്തത്തിലാണ് പറയുന്നത്. ആരും ഉണ്ടായില്ല, ഗ്രൂപ്പിലുണ്ടായില്ല, സോഷ്യൽ മീഡിയയിലുണ്ടായില്ല, വാട്സപ്പിലുണ്ടാവില്ല, ഫേസ്ബുക്കിൽ ഒന്നിലുണ്ടായില്ല. ഞാൻ ശരിക്കും പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു പ്രഗത്ഭത പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നിട്ട് പോലും എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ കണ്ടില്ല, പിന്നെ അന്വേഷിക്കുന്നില്ല. അപ്പോൾ അയാൾ എന്താ സംഭവിച്ചതെന്നും കൂടി പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷം അറിയാൻ പറ്റും. അയാൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസുകൾ പലർക്കും എപ്പോൾ വേണമെങ്കിൽ സംഭവം, എന്തും വരുന്ന ആകസ്മികമാണ്, ജീവൻ മരണമടക്കം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാൾ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ആൾ നമ്മുടെ ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കുക. കാരണം അറിയാൻ നിങ്ങൾ ശ്രമിക്കണം. അത് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, കുറ്റപ്പെടുത്തലല്ല. അത് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് പോയ്സൺസ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. മരുന്നുകൾ കഴിച്ച് സൂത്രത്തിൽ ഓട്ടടയ്ക്കാൻ പറ്റില്ല, നാട് തടുത്താലും മൂട് തടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വീണ്ടും വീണ്ടും മനസ്സിലായി. മൂട് തടുക്കണമെങ്കിൽ ഒരു മന്ത്രമില്ല, മരുന്ന് തന്നെ കഴിച്ച് അതിന് തടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഹോസ്പിറ്റലിൽ പോവുക, കാഷ്വാലിറ്റിയിൽ പോവുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ സാധിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.